ഭിന്നശേഷിക്കാരിയെന്നും കാഴ്ചപരിമിതിയുള്ള ആളെന്നും കാണിച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ ചട്ടലംഘനം നടത്തിയ പ്രൊബേഷണറി IAS ഓഫീസർ പൂജ വിവാദത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പരാതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടിയതോടെ ആരാണ് പൂജയെന്നാണ് പലരും അന്വേഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അധികാര ദുർവിനിയോഗത്തിന്റെ പേരിലാണ് പൂജ ധേക്തർ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. സൈറണോട് കൂടിയ സ്വകാര്യ ഓഡി കാറും VIP നമ്പർ പ്ലേറ്റും ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ആ ഉദ്യോഗസ്ഥയെ പൂനെയിൽ നിന്ന് വാഷിമിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. UPSC പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 841 റാങ്ക് നേടിയ 2023 ബാച്ച് IAS ഓഫീസറാണ് പൂജ ധേക്തർ. പൊതുജന സേവന രംഗത്താണ് പൂജയുടെ കുടുംബാംഗങ്ങളിൽ മിക്കവരും. അച്ഛൻ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്തായാലും മകൾ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ സ്റ്റിക്കർ ഒട്ടിച്ച സ്വകാര്യ ഓഡി ആഡംബര സെഡാൻ കാറിൽ ചുവപ്പ് നീല ബീക്കൺ ഉപയോഗിച്ചതാണ് കുടുക്കിൽ ചാടിച്ചത്. പിന്നാലെ മറ്റ് ആരോപണങ്ങളും വന്നു. അസിസ്റ്റന്റ് കളക്ടറായി ചേരും മുമ്പ് തന്നെ VIP നമ്പർ പ്ലേറ്റോട് കൂടിയ ഔദ്യോഗിക കാർ, താമസ സൗകര്യം, മതിയായ ജീവനക്കാരോട് കൂടിയായ ഔദ്യോഗിക ചേംബർ, ഒരു കോൺസ്റ്റബിൾ എന്നിവ പൂജ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ട്രെയിനി ഉദ്യോഗസ്ഥയ്ക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനാവില്ല. വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ പൂജയുടെ പിതാവ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് മകളുടെ ആഗ്രഹം നിറവേറ്റാൻ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും പറയപ്പെടുന്നു. ജോലിസ്ഥലത്തും കുഴപ്പങ്ങൾ കാണിച്ചു. പൂനെ കളക്ടറുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ അജയ് മോറയുടെ നെയിം പ്ലേറ്റ് മാറ്റി അതേ സ്ഥലം തനിക്കായി മാറ്റിയെന്നും ആരോപണമുണ്ട്. നിയമന മുൻഗണനയ്ക്കായി ഭിന്നശേഷിക്കാരിയാണെന്ന് തെളിയിക്കാൻ പൂജ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും ആരോപണമുയർന്നിരിക്കുകയാണ്. സിവിൽ സർവീസിൽ ഇളവുകൾ ലഭിക്കുന്നതിനായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് കാഴ്ച വൈകല്യമുണ്ടെന്ന് അവകാശപ്പെട്ട് നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നാണ് ആരോപണം. ഭിന്നശേഷി സ്ഥിരീകരിക്കാൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാകാൻ 6 തവണ ആവശ്യപ്പെട്ടിട്ടും ഇവർ ഹാജരായില്ല. 2022 ഏപ്രിലിൽ ഡൽഹി എയിംസിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നതായും എന്നാൽ അന്ന് COVID-19 പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു. തുടർന്നുള്ള പരിശോധനകളിലും MRI പരിശോധനയ്ക്കും ഇവർ ഹാജരായില്ല. ഒടുവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള വ്യാജ മെഡിക്കൽ വേരിഫിക്കേഷൻ റിപ്പോർട്ട് യുവതി ഹാജരാക്കിയെന്നാണ് വിവരം. ഇതിനുശേഷമാണ് സർവീസിൽ പ്രവേശിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പൂജ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളിൽ സംശയമുണ്ടെന്ന് UPSC അറിയിച്ചിരുന്നു. ഇതിനിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യുവതി ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് കൈക്കലാക്കിയെന്നാണ് ആരോപണവും. OBC വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ പൂജ ഇതിലും ക്രമക്കേട് നടത്തിയതായാണ് വിവരം. ഈ വിഭാഗത്തിൽ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പിതാവിന്റെ വാർഷിക വരുമാന പരിധി 8 ലക്ഷം രൂപയാണ്. എന്നാൽ പൂജയുടെ പിതാവ് ദിലീപ് ധേക്തർ മഹാരാഷ്ട്ര സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വാർഷിക വരുമാനമായി നേരത്തെ കാണിച്ചിരുന്നത് 49 ലക്ഷം രൂപയാണെന്നും ഇദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി 100 കോടി രൂപയ്ക്ക് മുകളിലുണ്ടെന്നുമാണ് റിപ്പോർട്ട്. 100 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ള കുടുംബത്തിലെ അംഗമായ ഇവർ എങ്ങനെയാണ് OBC വിഭാഗത്തിൽപ്പെടുന്നത് എന്നാണ് പ്രധാന ചോദ്യം. 110 ഏക്കർ വരുന്ന കൃഷിഭൂമിയും 1.6 ലക്ഷം ചതുരശ്ര അടിയുള്ള 6 കടകളും 7 ഫ്ളാറ്റുകളും പൂജയുടെ കുടുംബത്തിനുണ്ട്. 900 ഗ്രാം സ്വർണവും വജ്രവും സ്വന്തമായുണ്ട്. 17 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണ്ണ വാച്ച്, ഓഡി അടക്കം 4 ആഡംബര കാറുകൾ, 2 സ്വകാര്യ കമ്പനികളിൽ പാർട്ണർഷിപ്പ് എന്നിവയും ഇവരുടെ കുടുംബത്തിന്റെ പേരിലുണ്ട്. പൂജയ്ക്ക് മാത്രം 17 കോടി രൂപയുടെ ആസ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ സത്യവാങ്മൂല പ്രകാരം 40 കോടി രൂപയാണ് ദിലീപിന്റെ ആസ്തി. ഭാര്യ മനോരമയുടെ പേരിൽ 15 കോടി രൂപയുടെ സ്വത്തുണ്ട്. ഇങ്ങനെയിരിക്കെ ഇവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ദുരൂഹമാണ്.